ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഇംഗ്ലീഷ് മീഡിയം 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. റെഡിയാണോ? ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അക്ബർ ആൻഡ് ഔറംഗസീബ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ. മുഗൾ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബറും അതുപോലെ തന്നെ ഔറംഗസീബിൻ്റെയും ഒരുപാട് പ്രാധാന്യമുണ്ട്, അവർ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹൂസ് പീരിയഡ് ഓഫ് റീജിയൻ ഡിഡ് ദ മുഗൾ എംപയർ ബിക്കം എക്സ്പാൻഡഡ് ദ മോസ്റ്റ്? ആരുടെ കാലത്താണ് മുഗൾ എംപയർ വളരെയധികം എക്സ്പാൻഡ് ചെയ്തത്? ആരുടെ കാലത്തായിരുന്നു? വിച്ച് പീരീഡ് ആണ്? ആരുടെ കാലത്താണ്? ഔറംഗസീബിൻ്റെതാണ് അല്ലേ? ഔറംഗസീബാണ് ശരിയായ ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെയിം ദ ബാറ്റിൽ ദാറ്റ് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ എംപയർ ഇൻ ഡൽഹി. ഡൽഹിയിൽ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ബാറ്റിൽ യുദ്ധം ഏതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പാനിപ്പത്ത് യുദ്ധമാണ്. പാനിപ്പത്ത് യുദ്ധം 1956-ലാണ്. ഓക്കെ, ഇനി C question. Explain the policy adopted by Akbar in the expansion of Mughal Empire. മുഗൾ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബർ കൊണ്ടുവന്ന പോളിസിയുടെ പേരെന്താണ്? എന്തായിരുന്നു? മാൻ ജമീന്ദാരി സിസ്റ്റം. ഓക്കെ, അണ്ടർ ദിസ് സിസ്റ്റം എവറി ഓഫീസർ വാസ് ലേബിൾ ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജിയേഴ്സ്. അപ്പോൾ ഈ ഒരു മാൻ ജമീന്ദാരി സിസ്റ്റം വഴിയാണ് മുഗൾ എംപയർ ഇത്രയധികം എക്സ്പാൻഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ കീഴിൽ ഓരോ ഓഫീസേഴ്സിൻ്റെ കീഴിലും ഒരു ഇത്ര നിശ്ചിതമായിട്ടുള്ള സോൾജിയേഴ്സിനെ കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു റൂളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതിലെ സെക്കൻഡ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. മെനി ട്രേഡ് സെൻറ്റേഴ്സ് വേർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റീസ് ഓൾസോ എക്സിസ്റ്റഡ് എമംഗ് ദ പീപ്പിൾ ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. എന്താണ്? ഈ മിഡീവൽ പീരിയഡിൽ ഒരുപാട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവിടെ ഒരുപാട് ട്രേഡിംഗ് സെൻറ്റേഴ്സ് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം എനി 2 evil customs that prevailed during medieval period. medieval പീരിയഡിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും 2 എവിൽസിൻ്റെ ഏതെങ്കിലും 2 ദുരാചാരത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? സതി, ചൈൽഡ് മാരേജ് അല്ലേ? സതിയും ചൈൽഡ് മാരേജും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ കർഗനാസ്? വിച്ച് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ ദ കർഗനാസ്? എന്താണ് കർഗനാസ് എന്ന് പറഞ്ഞാൽ? കർഗനാസ് വേർ സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പാലസ് ആൻഡ് മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. എന്താണ്? മുഗൾ കിങ്സിലും അതുപോലെ തന്നെ അവരുടെ പാലസിലുമെല്ലാം ഗുഡ്സ് സപ്ലൈ ചെയ്തിരുന്ന സെൻറ്റേഴ്സിനെയാണ് നമ്മൾ കർഗനാസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇവിടെ എംബ്രോയിഡറീസ്, അതുപോലെ തന്നെ ഗോൾഡ് സ്മിത്ത്, ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ് ഇവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി തേർഡ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. കേരള ക്യാൻ ബി ഫിസിയോഗ്രഫിക്കലി ഡിവൈഡഡ് ഇൻ ടു ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് ലോ ലാൻഡ് ബേസ്ഡ് ഓൺ ദ ആൾട്ടിറ്റ്യൂഡ്. എന്താണ്? കേരളത്തിനെ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 ഹൈലാൻഡ്, 2 മിഡ്ലാൻഡ്, 3 ലോ ലാൻഡ്. അതിൻ്റെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മളങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ലൈസ് ക്ലോസ് ടു ദ സീ ലെവൽ? ഏതാണ്? ലോലാൻഡ് ആണ് അല്ലേ? ലോലാൻഡ് ആണ്. നിയർ ദ ക്ലോസ് ലെവൽ ഓഫ് ദ സീ ലെവൽ എന്ന് പറയുന്നത് ലോലാൻഡ് ആണ്. ഇനി സെക്കൻഡ് വൺ. കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് വെർബ് റിലേറ്റഡ് ടു മിഡ്ലാൻഡ്. മിഡ്ലാൻഡിലുള്ള അവിടെ ഉണ്ടായിരുന്ന ക്രോപ്സിൻ്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ക്രോപ്സിനെ നമുക്ക് ഏതൊക്കെ ക്രോപ്സ് ആണ് ഉണ്ടായിരുന്നത്? 1 റബ്ബർ, പെപ്പർ, ടോപ്പിയോക്കോ ആൻഡ് സീരിയൽസ്. ഓക്കെ, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്നത്. ഇനി ഇതിലെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ മെയിൻ റീസൺ ഫോർ ദ ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഇൻ മിഡ്ലാൻഡ്. മിഡ്ലാൻഡിൽ ഇങ്ങനെയൊരു ഡൈവേഴ്സിറ്റി ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്തായിരുന്നു? അവിടെ ഒരു മിതമായിട്ടുള്ള തണുപ്പും ചൂടും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ അത് മാത്രമല്ല നല്ല ഫെർട്ടിലിറ്റി ഉള്ള സോയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ദ ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ നടക്കാൻ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് എന്ന്
പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റിവാർഡ് ഗിവൺ ടു ലേബർ. ലേബറിന് കിട്ടുന്നത് എന്താന്ന് പറയുന്നത് നമ്മൾ വേജ് എന്നാണ് അല്ലെ, വേജ് എന്നാണ് പറയുന്നത്. വാട്ട് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് അല്ലെ. മറ്റുള്ള നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ്? സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, കോൾ, എയർ, ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഇനി വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്കൂൾ ബാഗ്. സ്കൂൾ ബാഗ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വേണ്ടത് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബിൽഡിംഗ് തന്നിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ വേണം? മെഷീനറി വേണം, ഇലക്ട്രിസിറ്റി വേണം, വർക്കേഴ്സ് വേണം, എന്റർപ്രീനർ വേണം, അതുപോലെ ട്രാൻസ്പോർട്ട് വേണം അല്ലെ. ഒന്നും കൂടെ വായിക്കാം. ബിൽഡിംഗ്സ്, മെഷീനറി, ഇലക്ട്രിസിറ്റി, വർക്കേഴ്സ്, എന്റർപ്രീനർ ആൻഡ് ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ്, ഡിഫറെന്റ് സെന്റേഴ്സ് പവർ എക്സിസ്റ്റഡ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ ഡ്യൂറിങ് ദ മിഡീവൽ പീരിയഡ്. മിഡീവൽ പീരിയഡിൽ വെസ്റ്റേൺ ഇന്ത്യയിൽ ഒരുപാട് ശക്തികൾ ഉയർന്നു വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സെന്റേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റൂളർ അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ചന്ദ്രപതി. ചന്ദ്രപതി എന്ന ടൈറ്റിൽ ഉള്ളത് ആർക്കായിരുന്നു? ഏത് റൂളർ ആയിരുന്നു? യെസ്, ശിവാജി ആയിരുന്നു അല്ലെ, ശിവാജി. ബി, വിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മരദ കിങ്ഡം. മരദ കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൂനെ ആയിരുന്നു. സി, വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ് ദ ഗ്രോത്ത് ഓഫ് മരാദാസ്. മരാദാസിന്റെ അവർ ഡെവലപ്പ് ചെയ്യുക, അവർ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട്, അവർ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ, അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം, ഇത് വിന്ധ്യ സത്പുര മൗണ്ടെയിൻ റേഞ്ചസ് ആർ നർമ്മദ താപ്തി റിവർ സെപ്പറേറ്റഡ് ദ മരദ റീജിയൻ ഫ്രം നിയർ ബൈ റീജിയൻ. എന്താണ് ഈ ഒരു വിന്ധ്യ ആൻഡ് സത്പുര മൗണ്ടെയിനും അതുപോലെ തന്നെ നർമ്മദ താപ്തി റിവറും, അത് രണ്ടും കാരണം അവിടുത്തെ റീജിയൻ മറ്റുള്ള റീജിയനുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നിന്നിരുന്നത്. ദീസ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫേർഡ് നാച്ചുറൽ പ്രൊട്ടക്ഷൻ ടു ഇറ്റ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവരിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഒരു ഹെൽപ്പായിരുന്നു ഈ ഒരു രണ്ട് സംഭവങ്ങളും ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയിലെ ഒരു മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞത് നമുക്കറിയാം അഗ്രികൾച്ചർ ആയിരുന്നു അല്ലെ. Therefore, the rulers had taken several steps for the progress of agriculture. അതുകൊണ്ട് തന്നെ അവിടുത്തെ റൂളേഴ്സ് ഈ ഒരു അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. First question, in the medieval period, the officers were given land as wages. What was the name in the Sultanate period? Medieval period ഇതിൽ ഓഫീസേഴ്സിന് നമ്മൾ ലാൻഡ് ഒക്കെ കൊടുത്തിരുന്നു, അവർക്ക് ശമ്പളമായിട്ട് ലാൻഡ് കൊടുത്തിരുന്നു. പക്ഷേ ഇതിനെ നമ്മൾ സുൽത്താനേറ്റ് പീരീഡിൽ വരുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എന്തായിരുന്നു? ഇക്ത എന്നായിരുന്നു അല്ലെ. ഇക്ത, IQTA, ഇക്ത എന്നായിരുന്നു. ബി, നെയിം ദ ട്രാവലർ ഹൂ റീച്ച്ഡ് ഇന്ത്യ ഫ്രം സെൻട്രൽ ഏഷ്യ ഇൻ ദ മിഡീവൽ പീരീഡിൽ. മിഡീവൽ പീരീഡിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ട്രാവലർ ആരായിരുന്നു? അൽ ബിറൂണി അല്ലെ, അൽ ബിറൂണി ആയിരുന്നു. Then next last question, how did the agriculture sector promote the growth of the textile industry? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? അവരെങ്ങനെയായിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത്? എന്തായിരുന്നു? ദ കോട്ടൻ്റെ കൃഷി അല്ലെ, അതിനെക്കുറിച്ച് കോട്ടൺ അഗ്രികൾച്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ കുറച്ചൊരു പാരഗ്രാഫ് പോലെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു തരാം. ദ കോട്ടൺ കൾട്ടിവേഷനെ കുറിച്ചിട്ട് എഴുതാം, അതുപോലെ തന്നെ ഇൻഡിഗോ ആൻഡ് സിൽക്ക് പ്രൊഡക്ഷനെ കുറിച്ചിട്ട് എഴുതാം. ഇതൊക്കെ എവിടെയായിരുന്നു? റൂറൽ ഫോക്സിനും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന്റെ ഒരു എൻറിച്ച്മെന്റിനും ഇത് സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോട്ടന്റെ കൾട്ടിവേഷൻ, അതുപോലെ തന്നെ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സിലെല്ലാം കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്ത് അതിൽ നമുക്ക് നിറം വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡിഗോ എന്നുള്ളത്. അതുപോലെ തന്നെ സിൽക്കിന്റെ പ്രൊഡക്ഷൻ, ഈ പുഴുവിൽ നിന്നെല്ലാം സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം അവരുടെ ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ എൻറിച്ച്മെന്റിന് സഹായിച്ചു. ഇനി നെക്സ്റ്റ് വൺ, 7th ക്വസ്റ്റ്യൻ ആണ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻ. എന്താണ്? ലാൻഡ്, ലേബർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഇവരുടെ ഉൽപാദന രീതി അല്ലെ, പ്രധാനപ്പെട്ട നമ്മുടെ ഉൽപാദന രീതികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്? അതിനെന്താ നമ്മൾ പറയുക? ഈ ഒരു അവരുടെ പ്രൊഡക്ഷൻ അല്ലെ, ആ ഒരു
ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ സർവീസും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സർവീസിനെ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. വാട്ട് ഡു ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ? എന്താണ് സർവീസും അതുപോലെ തന്നെ ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്താണ്? ദോസ് തിങ്സ് ആർ വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ ബട്ട് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് ആർ ഗുഡ്സ്. സർവീസസ് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ബട്ട് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. എന്താണ് ഇവിടെ? ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം വിസിബിൾ ആണ് അല്ലേ, അത് വിസിബിൾ ആണ്, ടാഞ്ചിബിൾ ആണ്. പക്ഷേ അത് നമുക്ക് കാണാനും കഴിയും, മനുഷ്യന് തൊടാനും കഴിയും, എല്ലാം കഴിയും. പക്ഷെ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് അത് ഒരു ഇൻവിസിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡക്ഷൻ പാഡി ആൻഡ് പ്രൊഡക്ട്സ്. എന്താണ്? ഇങ്ങനെ ഒരു നെൽകൃഷിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസുകൾ നമുക്കറിയാം. അതിൽ കുറച്ച് മിസ്സായിട്ടുണ്ട്, അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്ലഫിംഗ് ആണ്, ദെൻ സോയിങ് സീഡ്സ്, ദെൻ വീഡിങ്, ദെൻ മാനുറിങ്, ത്രഷിങ്, ഹാർവെസ്റ്റിംഗ്, കളക്ടിങ് റൈസ് ഗ്രെയിൻസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. വേരിയസ് ആക്ടിവിറ്റീസ് ആർ എസെൻഷ്യൽ ടു റിക്ലെയിം കേരളാസ് അഗ്രികൾച്ചർ ഹെറിറ്റേജ്. കേരളത്തിലെ അഗ്രികൾച്ചർ ഹെറിറ്റേജിന് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോവർബ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോവർബ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെഴുതാം? വിത്ത് ഗുണം 10 ഗുണം അല്ലെ, വിത്ത് ഗുണം 10 ഗുണം എന്നെഴുതാം. ഇനിയും ഒരുപാട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഏതെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എഴുതിയാൽ മതി. ബി, ഈച്ച് വൺ ഹാസ് ടു വർക്ക് ഫോർ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ആസ് എ സ്റ്റുഡൻറ്, വാട്ട് മെഷേഴ്സ് ക്യാൻ യു അഡോപ്റ്റ് ഫോർ ദിസ്? എല്ലാവരും നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യേണ്ടത് അവരുടെ സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡിൻ്റെ ഒരു സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ആസ് എ സ്റ്റുഡൻറ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യാം? ട്രാൻസ്ഫോം ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ഹോം ഇൻ ടു ഓർഗാനിക് മാനുവർ. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അവർ വെജിറ്റബിൾ ഗാർഡൻ അല്ലേ. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ വീടുകളിലായിക്കോട്ടെ ചെയ്യാൻ പറ്റും. അതുപോലെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം എഴുതാം. ഇനി സി, നെയിം എനി 2 പ്രോഗ്രാംസ് ഡിസൈൻഡ് ബൈ ദ ഗവൺമെന്റ് ടു റിക്ലെയിം കേരളാസ് അഗ്രികൾച്ചർ ഹെറിറ്റേജ്. കേരളത്തിലെ അഗ്രികൾച്ചർ ഹെറിറ്റേജിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ചെയ്യുന്ന എന്തെങ്കിലും 2 പ്രോഗ്രാംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ആൻഡ് ദ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 2 പ്രോഗ്രാം എന്ന് പറയുന്നത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ആൻഡ് ദ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഓക്കെ, ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.